നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. തയ്യൂർ ആലുക്കൽച്ചിറ പാലത്തിന് സമീപം നിർത്തിയിട്ടിരുന്ന JCBയുടെ ബാറ്ററി മോഷ്ടിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് മോഷണം നടന്നത്. ആലുക്കൽച്ചിറ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് എത്തിച്ചതായിരുന്നു JCB. പുതിയ JCBയുടെ സെൻസറുകളും അനുബന്ധ ഉപകരണങ്ങളും നശിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 50,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകി. വെള്ളാർക്കാട് മണ്ണാൻകുന്നിൽ ചെമ്പുപാത്രം മോഷ്ടിച്ച മോഷ്ടാവിനെ നാട്ടുകാർ കൈയോടെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. പട്ടാമ്പി ഞാങ്ങാട്ടിരി തെക്കേതിൽ മുത്തു എന്ന് വിളിക്കുന്ന 47 വയസ്സുള്ള മുഹമ്മദ് മുസ്തഫയാണ് പിടിയിലായത്. ശനിയാഴ്ച രാത്രി 11 മണിയോടെയാണ് സംഭവം നടന്നത്. മണ്ണാൻകുന്ന് പട്ടൂര് അനിൽകുമാറിന്റെ വീട്ടിൽ നിന്നാണ് ഇയാൾ വലിയ ചെമ്പുപാത്രം മോഷ്ടിച്ചത്. വീടിന്റെ അടുക്കളയ്ക്ക് സമീപം പുറത്തുള്ള ചായ്പിൽ വെച്ചിരുന്ന ചെമ്പുപാത്രം എടുത്ത് ചാക്കിൽ പൊതിഞ്ഞ് ഇയാൾ എത്തിയ സ്കൂട്ടറിൽ കൊണ്ടുപോകാനാണ് ശ്രമിച്ചത്. അപ്രതീക്ഷിതമായി പുറത്തിറങ്ങിയ വീട്ടുകാർ ഇത് കാണുകയും നാട്ടുകാരെ വിളിച്ചുകൂട്ടി ഇയാളെ പിടികൂടുകയുമായിരുന്നു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ എരുമപ്പെട്ടി SI VA രാജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു. ഇയാൾ സ്ഥിരം മോഷ്ടാവാണെന്നാണ് നിഗമനം. എരുമപ്പെട്ടി, കടങ്ങോട്, വേലൂർ പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിൽ വീട്ടുപകരണങ്ങളും വാഹനങ്ങളുടെ ബാറ്ററിയും മോഷണം പോകുന്നത് പതിവായിരിക്കുകയാണ്. വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും മോഷണം നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വേലൂരിലെ ജ്വല്ലറിയിൽ നിന്ന് 3 പവന്റെ സ്വർണമാലയെടുത്ത് മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടിരുന്നു. തയ്യൂർ ആലുക്കൽച്ചിറ പാലത്തിന് സമീപം നിർത്തിയിട്ടിരുന്ന JCBയുടെ ബാറ്ററി കഴിഞ്ഞ രാത്രിയിൽ മോഷണം പോയിരുന്നു. എരുമപ്പെട്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഓണാഘോഷ പരിപാടിയിൽ പൂക്കളമിടുന്നതിനിടെയുണ്ടായ തർക്കത്തെ തുടർന്ന് യുവാവിനെ കുട കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചയാൾ അറസ്റ്റിൽ. തിരുവത്ര വടക്കൂട്ട് ഷാഹുവാണ് അറസ്റ്റിലായത്. കുടയും കുടക്കമ്പിയും ഉപയോഗിച്ചു നടത്തിയ ആക്രമണത്തിൽ തിരുവത്ര വെളിയംകോട് ഗഫൂറിനാണ് ഗുരുതര പരിക്കുപറ്റിയത്. ഇയാൾ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ചാവക്കാട് ഇൻസ്പെക്ടർ VV വിമൽ, ശരത് സോമൻ, അൻവർ സഹദ്, പ്രദീപ് എന്നിവർ കേസന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. പഴഞ്ഞി ഹൈസ്കൂളിന് മുൻവശത്ത് വാഹനാപകടം. കണ്ണൂരിൽ നിന്നും പഴഞ്ഞിയിലേക്ക് വിവാഹത്തിൽ പങ്കെടുക്കാൻ വന്ന ടാറ്റ കാറും പെങ്ങാമുക്ക് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ സ്കൂളിന്റെ മതിൽ തകർന്നു. സ്കൂട്ടർ യാത്രക്കാരെ നിസ്സാര പരിക്കുകളോടെ പഴഞ്ഞി ഹെൽത്ത് സെന്ററിൽ പ്രവേശിപ്പിച്ചു. സംഭവസ്ഥലത്ത് അപകടങ്ങൾ പതിവാകുന്നതായി നാട്ടുകാർ പറഞ്ഞു. പ്രവാസി കൂട്ടായ്മയായ വടക്കാഞ്ചേരി സുഹൃത്ത് സംഘത്തിന്റെ സാന്ത്വനം കാരുണ്യ സാമ്പത്തിക പദ്ധതിയുടെ ഈ വർഷത്തെ 2ാം ഘട്ട വിതരണോദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. വേലൂർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിന് VSS പ്രസിഡന്റ് അനൂപ് മേനോൻ അധ്യക്ഷനായി. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭി മുഖ്യാതിഥിയായി. സാന്ത്വനം കൺവീനർ പ്രസാദ് പറയിരിക്കൽ പദ്ധതി വിശദീകരണം നടത്തി. VSS രക്ഷാധികാരികളായ ചന്ദ്രപ്രകാശ് ഇടമന, VN ബാബു, ഗ്ലോബൽ ചെയർമാൻ സന്തോഷ് പിലാക്കാട്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CF ജോയ്, വാർഡ് മെമ്പർ CD സൈമൺ, VSS ഭാരവാഹികളായ VK ശ്രീഹരി, M രാമചന്ദ്രൻ, സജിത് വലിയ വീട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ 12 വർഷത്തിനുള്ളിൽ സാന്ത്വനം പദ്ധതിയിലൂടെ 1200-ൽ പരം കുടുംബങ്ങൾക്ക് 65 ലക്ഷം രൂപയുടെ വിവിധ സഹായങ്ങൾ സംഘടന നൽകിയിട്ടുണ്ട്. ഈ വർഷം 15 ലക്ഷം രൂപയുടെ സഹായമാണ് നൽകുന്നത്. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ദൈവമാതാവിന്റെ 8 നോമ്പ് പെരുന്നാളിനോടനുബന്ധിച്ച് അനുസ്മരണ സമ്മേളനം നടത്തി. ഞായറാഴ്ച രാവിലെ മാത്യൂസ് മോർ അന്തിമോസ് മെത്രാപ്പൊലീത്ത വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പെരുന്നാൾ സന്ദേശം നൽകി. വൈദികരായ ഫാദർ ചാൾസ് മാത്യു, ഫാദർ യോഹന്നാൻ അറക്കമോളയിൽ, വികാരി ഫാദർ ബിജു മുങ്ങാങ്കുന്നേൽ എന്നിവർ സഹകാർമ്മികരായി. ശ്രാദ്ധ ഓർമ്മയുടെ ഭാഗമായി ധൂപപ്രാർത്ഥന നടത്തി. തുടർന്ന് പള്ളി സ്ഥാപിച്ച പരിശുദ്ധ യൂയാക്കിംഗ് മോർ കുർലോസ് ബാവയുടെ 151ാമത് ഓർമ്മയും ബസേലിയോസ് പൗലോസ് ദിദിയൻ ശ്രേഷ്ഠ കാതോലിക്ക ബാവയുടെ 29ാമത് ഓർമ്മയും വൈദികരായ ഫാദർ AM ജോബ്, ഫാദർ ജെയിംസ് ഡേവിഡ് എന്നിവരുടെ അനുസ്മരണം മാത്യൂസ് മോർ അന്തിമോസ് ഉദ്ഘാടനം ചെയ്തു. ശ്രേഷ്ഠ ആചാര്യന്മാരുടെ വിശ്വാസം, ആത്മീയ വളർച്ച, ജീവിത രീതികൾ എന്നിവയെല്ലാം വിശ്വാസികൾ മാതൃകയാക്കേണ്ടതാണെന്ന് മോർ അന്തിമോസ് മെത്രാപ്പൊലീത്ത പറഞ്ഞു. പെരുന്നാളിന്റെ ഭാഗമായി MPPM ജേക്കബൈറ്റ് സിറിയൻ ഓർത്തഡോക്സ് യൂത്ത് അസോസിയേഷൻ പുറത്തിറക്കിയ യൂണിഫോം മെത്രാപ്പൊലീത്ത യൂത്ത് സെക്രട്ടറി ചിനോയ്ക്ക് നൽകി വിതരണം ചെയ്തു. വികാരി ഫാദർ ബിജു മുങ്ങാങ്കുന്നേൽ അധ്യക്ഷനായി. ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ്, തൃശൂർ ഭദ്രാസന കൗൺസിൽ മെമ്പർ CU രാജൻ, തമ്പി കൊള്ളനൂർ, ജോസഫ് ചാലിശ്ശേരി എന്നിവർ സംസാരിച്ചു. തുടർന്ന് പ്രൊഫസർ CP ബാബു മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു. സ്നേഹവിരുന്നും ഉണ്ടായി.
രാവിലെ പള്ളിയിലെത്തിയ സൺഡേ സ്കൂൾ അസോസിയേഷൻ പ്രസിഡന്റായ മെത്രാപ്പൊലിത്തയെ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ, അധ്യാപകർ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ഫാദർ ബിജു മുങ്ങാക്കുന്നേൽ, CU ശലമോൻ, ടൈറ്റസ് ഡേവിഡ്, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഭക്തസംഘടനാ ഭാരവാഹികൾ, കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. SNDP യോഗം ഗുരുവായൂർ യൂണിയൻ ബ്ലാങ്ങാട് ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ 171 ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷിച്ചു. ഗുരുപൂജ, പതാക ഉയർത്തൽ, മധുരപലഹാര വിതരണം, പ്രാർത്ഥന എന്നിവ നടന്നു. ബ്ലാങ്ങാട് ശാഖാ പ്രസിഡന്റ് KA വേലായുധൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി അംഗം PV ഷൺമുഖൻ ഭദ്രദീപം തെളിയിച്ചു. ശാഖാ സെക്രട്ടറി CA ബാലകൃഷ്ണൻ സ്വാഗതവും പ്രോഗ്രാം കൺവീനർ CV രാജീവ് നന്ദിയും പറഞ്ഞു. ശാഖാ വൈസ് പ്രസിഡന്റ് CK സോമൻ പതാക ഉയർത്തി. ലളിത രാജീവ്, സരസ്വതി സോമൻ, പ്രസന്നൻ വലിയപറമ്പിൽ, അരുൺ പണിക്കശ്ശേരി എന്നിവർ പങ്കെടുത്തു. ഓണക്കാലത്ത് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച അവധിക്കാല നാടക ക്യാമ്പ് സമാപിച്ചു. നമ്പഴിക്കാടുള്ള സജീഷിന്റെ ചായക്കടയുടെ മുകളിലുള്ള ഹാളിലാണ് നാടക പരിശീലനം നടന്നത്. നാടക പ്രവർത്തകരായ അനീഷ് ആളൂർ, നവീൻ പൈനിത്തടം, ഹിബാഷ എന്നിവരാണ് പരിശീലനത്തിന് നേതൃത്വം നൽകിയത്. നാടക ക്യാമ്പിന്റെ സമാപന സമ്മേളനം മേജർ PJ സ്റ്റേജു ഉദ്ഘാടനം ചെയ്തു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് PV നിവാസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്കൂൾ ഓഫ് ഡ്രാമയിലെ പ്രൊഫസർ ഡോക്ടർ സുരഭി മുഖ്യാതിഥിയായി. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ തിയേറ്റർ ആർട്സ് റിസർച്ച് സ്കോളർ രാജേഷ് പാലിശ്ശേരി നാടകരംഗത്തെ പുതിയ പ്രവണതകൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. അധ്യാപകരായ റെൻസൺ മറ്റം, ജാൻസി ഫ്രാൻസിസ്, ജെസ്സി ജസ്റ്റിൻ, സഞ്ജു തോമസ് എന്നിവർ സംസാരിച്ചു. സജീഷ് ചന്ദ്രൻ, തുളസി, റഫീഖ് നമ്പഴിക്കാട്, ആര്യൻ, സൂര്യൻ തുടങ്ങിയവർ ക്യാമ്പവലോകനം നടത്തി. ക്യാമ്പംഗങ്ങളായ സ്വാതിക്, ആദിഷ്, ഘനശ്യാം എന്നിവർ അനുഭവങ്ങൾ പങ്കുവച്ചു. ക്യാമ്പിൽ രൂപപ്പെട്ട നാടകത്തിന്റെ രംഗാവിഷ്കാരവും ഓണസദ്യയുമുണ്ടായിരുന്നു. മറ്റത്തെ സ്കൂളുകളിൽ നടക്കാൻ പോകുന്ന കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിന് പ്രദേശത്തെ വിദ്യാർത്ഥികളെ ഒരുക്കാനാണ് അവധിക്കാല നാടക ക്യാമ്പ് സംഘടിപ്പിച്ചതെന്ന് മുഖ്യ സംഘാടകനായ സജീഷ് ചന്ദ്രൻ പറഞ്ഞു. മേഖലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. ഗാന്ധിയനും സർവോദയ ദേശീയ നേതാവും സ്വാതന്ത്ര്യസമര സേനാനിയുമായിരുന്ന തിരുവത്ര ദാമോദർജിയുടെ 17ാം ചരമവാർഷിക ദിനം ഗുരുവായൂരിൽ ആചരിച്ചു. കേരള മഹാത്മജി സാംസ്കാരിക വേദിയും തിരുവത്ര ദാമോദർജി സ്മൃതി ഫൗണ്ടേഷനും ചേർന്ന് നഗരസഭ ലൈബ്രറി ഹാളിൽ നടത്തിയ അനുസ്മരണ സമ്മേളനം പ്രമുഖ സാഹിത്യകാരൻ ഡോക്ടർ PV കൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ P കോയക്കുട്ടി മാസ്റ്ററിന്റെ അധ്യക്ഷതയിൽ മാധ്യമപ്രവർത്തകൻ KC ശിവദാസൻ മുഖ്യപ്രഭാഷണം നടത്തി. സംഘാടക സമിതി ജനറൽ കൺവീനർ സജീവൻ നമ്പിയത്ത്, കേരള സർവോദയ മണ്ഡലം മുൻ ജനറൽ സെക്രട്ടറി PS സുകുമാരൻ, ഡോക്ടർ അശോക വത്സല, K ജയറാം ദാമോദരൻ, നളിനി ടീച്ചർ എന്നിവർ സംസാരിച്ചു. മികച്ച ഹിന്ദി അധ്യാപകർക്കുള്ള പുരസ്കാരം ദാമോദർജിയുടെ മകനും റിട്ടയർഡ് ജില്ലാ ജഡ്ജിയുമായ K രമേഷ് ഭായ് സമ്മാനിച്ചു. ഹിന്ദിയിൽ ഏറ്റവും ഉയർന്ന മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള മെഡലും സർട്ടിഫിക്കറ്റും ട്രോഫിയും സമ്മാനിച്ചു. സേതു പാലിയത്ത്, KK മനോജ് കുമാർ, വിഷ്ണു ഗുരുവായൂർ എന്നിവർ നേതൃത്വം നൽകി. വൈലത്തൂർ മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഅ്ദിനുൽ ഉലൂം മദ്രസയിൽ നബിദിനം ആഘോഷിച്ചു. വെള്ളിയാഴ്ച പുലർച്ചെ മൗലീദ് ആത്മീയ സംഗമം നടന്നു. ഖുർആൻ പാരായണത്തോടും ദുആ സമ്മേളനത്തോടും കൂടി സംഗമം സമാപിച്ചു. മൗലീദ് മജ്ലിസിൽ പ്രവാചക പ്രകീർത്തനവും മദ്ഹുകളും അരങ്ങേറി. ശനിയാഴ്ച രാവിലെ മഹല്ല് ഖതീബ് മുഹമ്മദ് ഷാഫി ഹൈതമിയുടെ നേതൃത്വത്തിലുള്ള പ്രാർത്ഥനയോടെ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് വൈസ് പ്രസിഡന്റ് മൂസമാഷ് പതാക ഉയർത്തി. അധ്യാപകരുടെയും മാനേജ്മെന്റിന്റെയും നേതൃത്വത്തിലുള്ള നബിദിന സ്നേഹറാലിയിൽ മദ്രസ വിദ്യാർത്ഥികളും നാട്ടുകാരും അണിനിരന്നു. വിവിധ പ്രദേശങ്ങളിൽ മധുരം നൽകി റാലിയെ സ്വീകരിച്ചു. വൈകിട്ട് വിദ്യാർത്ഥികളുടെ മീലാദ് ഫെസ്റ്റ് ഉൾപ്പെടെയുള്ള വിവിധ സാംസ്കാരിക ആത്മീയ പരിപാടികളും അരങ്ങേറി. തൊഴിയൂർ മിലാന കലാകായിക സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഓണാഘോഷം വാർഡ് കൗൺസിലർ സുഹറ ഹംസമോൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് MA അജിൻ അധ്യക്ഷത വഹിച്ചു. TK പ്രസാദ് സ്വാഗതവും സൗമ്യ പ്രബീഷ് നന്ദിയും പറഞ്ഞു. തുടർന്ന് കലാകായിക മത്സരങ്ങളും വടംവലിയും ചിലമ്പുകാവ് ഗുരുവായൂരും നാട്യജ്വാല എടക്കഴിയൂരും അവതരിപ്പിച്ച വീരനാട്യവും അരങ്ങേറി. വടക്കേ പുന്നയൂർ പിലാക്കാട് മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹിദായത്തുൽ ഇസ്ലാം മദ്രസാങ്കണത്തിൽ നബിദിനാഘോഷവും കുടുംബസംഗമവും നടത്തി. മഹല്ല് ഖതീബും മുദരിസുമായ ഷിഹാബുദ്ദീൻ അസ്ഹരി മൗലീദ് പാരായണത്തിന് നേതൃത്വം നൽകി. മഹല്ല് വൈസ് പ്രസിഡന്റ് AC അബൂബക്കർ ഹാജി പതാക ഉയർത്തി. തുടർന്ന് വിദ്യാർത്ഥികളും നാട്ടുകാരും പങ്കെടുത്ത ഘോഷയാത്രയുമുണ്ടായിരുന്നു. ഭക്ഷണ വിതരണവും നടത്തി. വൈകിട്ടു നടന്ന സംഗമത്തിൽ സദർ മുഅല്ലിം താജുദ്ദീൻ നിസാമി മുഖ്യ പ്രഭാഷണം നടത്തി.
മഹല് ഖത്തീബ്, വൈസ് പ്രസിഡന്റ്, പ്രോഗ്രാം കോർഡിനേറ്റർ അബ്ദുൾ ജലീൽ വഹബി, മുബഷീർ അലി അദനി, അബൂബക്കർ സഅദി, സാന്ത്വനം പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി മഞ്ഞത്തലയിൽ, മഹല്ല് ട്രഷറർ അബൂബക്കർ ഹാജി പാവൂരയിൽ, കുഞ്ഞിമോൻ പേർഷ്യ, സ്വാഗത സംഘം കൺവീനർ ഉമ്മർ അറക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. മഹല്ല് സെക്രട്ടറി ജമാൽ മുക്കണ്ടത്ത് സ്വാഗതവും സ്വാഗത സംഘം ജോയിന്റ് കൺവീനർ ഹനീഫ ഹാജി നന്ദിയും പറഞ്ഞു. വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ഞായറാഴ്ച വൈകിട്ട് 4 മുതൽ ചാപ്പറമ്പ് കേരള മൈതാനിയിൽ നിന്ന് ബ്ലാങ്ങാട് ബീച്ചിലേക്ക് സാംസ്കാരിക ഘോഷയാത്ര നടക്കുന്നതിനാൽ മുല്ലത്തറയിൽ നിന്ന് ചാവക്കാട് ബീച്ചിലേക്ക് പോകുന്ന വാഹനങ്ങൾ ബേബി റോഡ് വഴിയോ അഞ്ചങ്ങാടി റോഡ് വഴിയോ തിരിഞ്ഞു പോകണമെന്ന് പോലീസ് അറിയിച്ചു. ചാവക്കാട് ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കൗൺസിലും നഗരസഭയും ചേർന്നു നടത്തുന്ന ഓണാഘോഷത്തിന്റെ ഭാഗമായാണ് സാംസ്കാരിക ഘോഷയാത്ര. ചരമം. കടപ്പുറം പുതിയങ്ങാടി ബുക്കാറ പള്ളിക്ക് പടിഞ്ഞാറ് വശം താമസിക്കുന്ന ബുക്കാറയിൽ തോപ്പിൽ പരേതനായ കുഞ്ഞിക്കോയമുത്തങ്ങൾ മകൻ ചെറുകുഞ്ഞിക്കോയ തങ്ങൾ നിര്യാതനായി. 69 വയസ്സായിരുന്നു. ഖബറടക്കം ഞായറാഴ്ച വൈകിട്ട് 4-ന് ബുക്കാറ പള്ളി ഖബർസ്ഥാനിൽ നടത്തും. ഉമ്മുകുൽസ് ബീവി ഭാര്യയും നയിമുദ്ദീൻ തങ്ങൾ, ഷമീല ബീവി, നസീറ ബീവി, ഷാഹിമ ബീവി എന്നിവർ മക്കളുമാണ്. കോട്ടപ്പടി പൂക്കോട് സാംസ്കാരിക നിലയത്തിന് സമീപം താമസിക്കുന്ന വാഴപ്പിള്ളി ലാസർ നിര്യാതനായി. 76 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച വൈകിട്ട് 4 മണിക്ക് കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ചർച്ച് സെമിത്തേരിയിൽ നടത്തും. ജോസ്ഫീന ഭാര്യയും ജാക്സൺ, ജീസൺ, ലിജി എന്നിവർ മക്കളുമാണ്. പട്ടിക്കര കിഴക്കുമുറി മമ്മസ്ര ഇല്ലത്ത് പരേതനായ വാപ്പുട്ടിയുടെ മകൾ പാത്തുമ്മു നിര്യാതയായി. 88 വയസ്സായിരുന്നു. ഖബറടക്കം ഞായറാഴ്ച 3 മണിക്ക് പട്ടിക്കര ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും. ബീവാത്തുകുട്ടി, റുക്കിയ, നാസർ എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.